ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പുതിയ പ്രോഡക്റ്റ്സാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ കുറച്ച് ഡെക്കോർ ഐറ്റംസും പിന്നെ കിച്ചണിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ഒരു ലഞ്ച് ബോക്സ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് തന്നെ ആമസോണിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് നല്ല കുറേ റിവ്യൂസ് കണ്ടു, അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഞ്ച് ബോക്സ് ആണ്, മോന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെ 6 ക്ലിപ്സാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇതുപോലെ 3 കമ്പാർട്ട്മെൻറ്റാണുള്ളത്. പിന്നെ ഇതുപോലെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. പിന്നെ താഴത്തായിട്ട് ഇതുപോലെ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമുക്ക് സ്പൂണും ഫോർക്കൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 റുപ്പീസാണ്. പിന്നെ അടയ്ക്കാനും തുറക്കാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിലാണുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ച സമയത്തെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം 1 മാസമായി വാങ്ങിച്ചിട്ട്. എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ വാങ്ങിച്ചോളൂ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ വെസ്റ്റ് സൈഡിൽ പോയ സമയത്ത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പോൾ കലാത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റാണിത്. അപ്പോൾ ഇതിന് പീകോക്ക് പ്ലാന്റ്, സീബ്ര പ്ലാന്റ്, റാറ്റിൽ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇതുപോലുള്ള പ്ലാന്റ്സിനൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷത്തിൽ കൂടുതലായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച പ്ലാന്റ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ലീഫും സ്റ്റെമ്മും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള 3 പ്ലാന്റ്സിൻ്റെയും റേറ്റ് 1299 ആണ്. 1299 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് ഞാൻ ഇതാണ് വാങ്ങിച്ചത്. പാമിൻ്റെ കുഞ്ഞ് പ്ലാന്റാണ് കേട്ടോ അത്. എനിക്ക് അവിടെ ഇവിടെയായിട്ട് ഈ ഗ്രീൻ കളർ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ലൈവ് പ്ലാന്റ് യൂസ് ചെയ്യാത്തത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ എല്ലാ വെക്കേഷനിലും നാട്ടിൽ പോവും. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണമൊക്കെയാണ് ലൈവ് പ്ലാന്റ്സ് വെക്കാത്തത്. അപ്പോൾ ഞാൻ പുതിയ പ്ലാന്റ്സിനൊന്നും സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റാൻഡിൽ ഞാൻ വെച്ച് നോക്കിയതാണ് കേട്ടോ. ഇനി ഞാൻ അടുത്ത് വാങ്ങിച്ചത് ഈ ഒരു കട്ട്ലറി ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ തീമിൽ വരുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് വെസ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 399 ആണ്. അപ്പോൾ ഇത് മെറ്റലാണ് കേട്ടോ. പിന്നെ ഇതെങ്ങനെ വാഷ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് എയർ ഡ്രൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ സ്പൂൺ ആൻഡ് ഫോർക്ക് ഉണ്ട്. അപ്പോൾ അതിട്ട് വെക്കാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെസ്റ്റ് സൈഡിൽ ഇപ്പോൾ വന്നിട്ടുള്ള കണ്ടെയ്നേഴ്സൊക്കെ പിങ്ക് ആൻഡ് വുഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വെസ്റ്റ് സൈഡിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ടാറ്റ ക്ലിക്ക് ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 2 ലിറ്ററാണ് കേട്ടോ. ഇത്ര വില തന്നെ വാങ്ങിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. കാരണം വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ബോട്ടിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കുടിക്കുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പിങ്ക്, പീച്ച്, ബ്ലൂ,
പിന്നെ ഈ ഒരു ഗ്രേ, കുറേ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൽ, കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഓരോ ടൈമിലും എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ഇതിലിങ്ങനെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്, വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബട്ടണിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇനി നമുക്ക് സ്ട്രോ അസംബിൾ ചെയ്യാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ് കേട്ടോ. നമുക്കെല്ലാം എടുത്തെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സിപ്പ് ചെയ്യുന്ന പോർഷൻ. ഇത് അസംബിൾ ചെയ്യാനും എളുപ്പമാണ്. ഇതുപോലെ ഒരു സൈഡിൽ കുടിക്കുന്ന പോർഷനും മറ്റേ സൈഡിൽ ഇതുപോലെ വളയുന്ന ഒരു പോർഷനുണ്ട്, അതുമാണ് വെക്കേണ്ടത്. ഇനി കുറച്ച് അലങ്കാരപ്പണികളൂടെ ആവാം. ഈ സ്റ്റിക്കറെല്ലാം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര കാലം ഈ സ്റ്റിക്കർ ഉണ്ടാവും എന്നൊന്നും അറിയില്ല, കാരണം കുട്ടികൾ കണ്ട എന്തായാലും പറിച്ചെടുക്കും. അവയെല്ലാം ഒട്ടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ലീക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം നിറച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ലീക്ക് ആവുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.